ഹലോ, എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ് കാണുമായിരിക്കും. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു ചോറെടുക്കാൻ. രാവിലെ ചപ്പാത്തിയും പയറുകറിയും എല്ലാം വെച്ചു. അവർക്കെല്ലാം കാപ്പിയെല്ലാം കൊടുത്തു. ദേവുവിനും എല്ലാം കഴിക്കാൻ ഒരു കൈ വയ്യാത്ത കാരണം എല്ലാം പണിയിൽ ഞാൻ തന്നെ കടന്ന് ചെയ്യണമായിരുന്നു. അത് കാരണം ഇത് തുണി കഴുകിയിട്ട് അതവിടെ കിടക്കുന്നേ ഉള്ളൂ. ഒന്ന് വിരിച്ചിടാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ രാവിലെ അത് കഴിഞ്ഞപ്പോൾ അരി അടുപ്പിട്ടു. അരി വേകാറായപ്പോഴത്തേനും മോൻ്റെ കൂടെ ബാങ്കിലൊക്കെ ഒന്ന് രണ്ട് കാര്യത്തിനൊക്കെ പോകണമായിരുന്നു. അതിനെല്ലാം പോയി ഞാൻ പോകാനിറങ്ങിയപ്പോൾ ഒരു അനിയത്തിങ്ങ് വന്നു. കുഞ്ഞുമാവെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേനും കുറേ താമസം. 11:15 തിരിച്ചു വന്നു. രാവിലെ മീൻ മേടിച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്ന് ആ മീനെല്ലാം വെട്ടി അത് കറി വെച്ച് അങ്ങനെ ആയി കുറേ താമസമായി. കാരണം ഞങ്ങൾക്ക് ചോറിനാണ് ഒത്തിരി താമസിച്ചു. നിങ്ങളൊക്കെ ചോറൊക്കെ ഉണ്ടോ? എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് ദിവസമായില്ലേ നമ്മളൊന്ന് ശരിക്കും ഒന്ന് സംസാരിച്ചിട്ട്. പിന്നെ അവളുള്ളതുകൊണ്ട് എനിക്ക് എല്ലാം കൊണ്ട് അല്ലേടി രാവിലെ അവൾ വരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹായം എനിക്ക് എല്ലാ കാര്യത്തിലും. പിന്നെ പോയ വഴിക്ക് എൻ്റെ അമ്മയെ കണ്ടു. വഴി വെച്ച് കുറേ നാൾ കൂടി അമ്മയൊന്ന് കാണുന്നത്. അമ്മയെ കണ്ടു. അമ്മ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അമ്മയുടെ കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു, വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇച്ചിരി സമയം അങ്ങനെയും പോയി അമ്മയോട് വർത്താനം പറഞ്ഞപ്പോഴത്തേനെ. അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി നല്ലത് വരാൻ വേണ്ടി നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീട്ടിലെ കഷ്ടകാലം ദേവുവിൻ്റെ വണ്ടിയിടിയോടുകൂടി കഷ്ടകാലം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അറിയാൻ പറ്റത്തില്ല അടുത്ത വരുന്ന എന്താണ്. ഇനിയൊന്നും ഇല്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് ചോറെടുക്കാം. ഇന്ന് താമസിച്ചു പോയി. അതുകൊണ്ട് നമുക്ക് ചോറുണ്ണാം. ചോറെടുക്കുവാണ്. എനിക്കാണെങ്കിൽ ഒരു ശകലം ചോറേ കഴിക്കുന്നത്. ഇപ്പം ഞാൻ അവനില്ല. ദേവ് രാവിലെ ചോറും കൊണ്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ട് ചോറല്ല, ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയത് ദേവ് കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എടുത്താൽ മതി. ഉള്ളി ചോറേ എടുത്തിട്ടുള്ളൂ. നല്ല കഷ്ണം മീനാണ് കറി വെച്ചേക്കുന്നത്. കറി വെച്ചതേ ഉള്ളൂ. കണ്ടോ, എനിക്ക് നല്ല ചൂട് കഷ്ണം മീനൊക്കെ ഏറെ കൂട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറി വറുത്തത് അധികം കൂട്ടണ്ടെന്നേ ഉള്ളൂ. നല്ല ഏത്തക്ക ഇന്നലെ മേടിച്ചുകൊണ്ട് തന്ന കറി വെക്കാൻ വേണ്ടി. ഏറെ പച്ചക്കറികളൊക്കെ ഏറെ കൂട്ടിക്കോളാം. കുറെ അങ്ങ് തോരൻ വെച്ചിട്ടുണ്ട്. തോരൻ ഏറെ എടുത്തോളൂ. അത് പിന്നെ വറുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലൊന്നും അല്ല വറുത്തത്, ഒലിവ് ഓയിലാണ് വറുത്തത്. ഒരു കഷ്ണം എടുക്കാം, ഇരിക്കട്ടെ ഒരു കഷ്ണം. അതെ, ഇന്ന് നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ചോറും കറിയൊക്കെ. മീൻകറിയുണ്ട്, തോരനുണ്ട്, മീൻ വറുത്തമുണ്ട്, പിന്നെ മോരൊക്കെ ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ എടുത്താൽ മതി. ഇതെല്ലാം കൂട്ടി കഴിക്കാൻ എല്ലാവരും ഒടിവായോ ചോറിനാവും.